ഫിഷ് കണ്ടിനോ? അവ തിന്നോ? അതാ വീണിട്ട് എത്തോ. അമ്മ ചായ കുടിക്കട്ടാ? ബാബ തിന്ന. ഇപ്പൊ രാവിലെ തന്നെ തിന്നണ്ടപ്പ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിന്നാം. ഓക്കെ. അപ്പൊ അച്ഛനും മോളും അവിടുന്ന് കളിക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ പോയിട്ടൊന്ന് ചായ വെക്കട്ടെ. ഷുട്ടുവിൻ്റെ മുറ്റത്ത് നിടുന്ന ചെരുപ്പെല്ലാം ഫുള്ള് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർഡർ ചെയ്ത ചെരുപ്പൊക്കെ വന്നു. അതൊക്കെ ജസ്റ്റ് നോക്കി. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ ഇന്ന് ദോശയും തക്കാളി കറിയായിരുന്നു അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അവൾക്ക് കൊടുക്കാമെന്ന് വെച്ച് ഫുഡൊക്കെ എടുക്കുമായിരുന്നു. ഷുട്ടുവിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അവളെ ഫ്രണ്ട്സ് ഇതാ ചേച്ചിമാർ എത്തിയിട്ടുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. അപ്പം ഞാൻ അവരുള്ള ടൈമിൽ തന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കൊടുക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഇതാ അവർ പോകുമ്പോൾ അവരെ കൂടെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് ആൾ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവിടെ പോയാൽ പിന്നെ വരികയില്ല. അതാണ് മെയിൻ പ്രശ്നം. അതിനിത് അവരുടെ കൂടെ പോയി. ഇന്ന് പിന്നെ ലീവ് ഉള്ളതുകൊണ്ട് അവർ കളിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഷുട്ടു എന്തായാലും ചേച്ചിമാരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കറീൻ്റെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാം. നമുക്കിന്ന് മീൻ കിട്ടിയില്ല ഗൈസ്. ഇന്നൊരു ഫിഷും വന്നില്ല. സോ ഞാൻ എന്തായാലും പച്ചക്കറി കട്ട് ചെയ്യട്ടെ. അപ്പം ഇതാണ് ഇന്ന് നമ്മളെ ഉച്ചക്കത്തെ ഇത് കറി വെക്കാൻ. താലൂരി എന്ന് പറയും നമ്മളെ നാട്ടിൽ അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാന്ന് അറിയില്ല. ചില സ്ഥലത്ത് പൊട്ടിക്കാന്നൊക്കെ പറയും. പിന്നെ ഇത് നമ്മൾ ഇന്നലത്തെ പപ്പായ ഉപ്പേരി ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി. അപ്പം അത് ഇന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഞാൻ കട്ട് ചെയ്യട്ടെ. ഷുട്ടൂർ ഏച്ചിമാരെ കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അവരെ പിന്നാലെ തന്നെ ഓടിയിട്ടുണ്ട്. അപ്പം അവൾ വരുമ്പോഴേക്കും എൻ്റെ എന്തായാലും കുറച്ച് പണിയൊക്കെ തീരും. അതുകൊണ്ട് തന്നെ ഞാൻ